ഞാനും ആദർശേട്ടനും കൂടിയിട്ട് ഇപ്പോൾ ടൗണിൽ പോവാം കേട്ടോ. SMAക്കാണ് പോകുന്നത്. ആദർശേട്ടൻ്റെ ഷർട്ട് എടുക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട് ബുധനാഴ്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ സെറ്റായി. ഞാൻ ആദർശേട്ടൻ്റെ ഷർട്ട് എടുക്കണം. വണ്ടി സൈഡാക്കാൻ ചേട്ടൻ്റെ ഇവിടെ നിർത്തിപ്പോയപ്പോൾ ഞാൻ നന്നായി പേടിച്ചുവിട്ടെ. കാരണം ആരെങ്കിലും എൻ്റെ മാല പൊട്ടിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ പേടി നിങ്ങൾക്കും തോന്നാറുണ്ട് അങ്ങനെ ഇരുട്ടത്തൊക്കെ നിൽക്കുമ്പോൾ. എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റോറ് നോക്കിയിട്ടാണ് നിന്നത്. അപ്പോഴേക്കും ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ SMൻ്റെ ഉള്ളിലേക്ക് കിടന്നു. പിന്നെ ഇതാ ആദർശേട്ടൻ്റെ പുറത്ത് അപ്രതീക്ഷിതമായ ഒരു അടി വന്നു വീണ്. ചേട്ടൻ വിചാരിച്ച ഞാൻ അടിച്ചെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരാ, നമ്മുടെ ജ്യോതിറായിരുന്നു. അവനെ കുറേ നാളായി കണ്ടിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്ത് സംസാരിച്ച് നിന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാട്ടോ. നമ്മുടെ SMൻ്റെ ഉള്ളിൽ ഒരു ഗള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ആദർശേട്ടന് വെറുതെ കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷർട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഗൈസ്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ 4 ഷർട്ടിന് 800 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ലാഭമില്ല. നല്ല അടിപൊളി ഷർട്ടുകളുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഇവിടെ നിന്നൊരു 4 ഷർട്ട് എടുത്തു കേട്ടോ. അത് നമ്മൾ ഓരോന്നായിട്ട് ഇനി ട്രൈ ചെയ്ത് നോക്കണം, കാരണം ടൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ആദർശേട്ടൻ ഇപ്പോൾ നന്നായിട്ട് മെലിയുണ്ട് ഗൈസ്. ചേട്ടൻ്റെ ഷർട്ടുകളൊക്കെ ഇപ്പോൾ ചേട്ടൻ നല്ല ലൂസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി XL ആണോ XXL ആണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് നേരത്തേക്ക് ആദർശേട്ടൻ്റെ ഒരു ഹാങ്ങറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദർശേട്ടൻ ഓരോന്നോടും എൻ്റെ മേത്തിക്കണം. ഈ ഒരു ടോപ്പ് ചേട്ടൻ ഇഷ്ടപ്പെട്ട് എടുത്തതായിരുന്നു, പക്ഷേ ഒരു കുഞ്ഞിതായിരുന്നു. ഇനി നമ്മുടെ ആവശ്യത്തിലേക്കുള്ള ഒരു ഷർട്ടും കൂടി എടുക്കാണ്ട് ആ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ കടകളും കയറി ഇറങ്ങി ലാസ്റ്റ് ഭ്രാന്ത് പിടിച്ചെങ്കിലും കൂട്ടിയിട്ട് സംഭവം നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടോ. ഇതിനിടയിൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ നമ്മൾ നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി. ഒരുവിധം എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ചെരുപ്പ് നോക്കണം. അങ്ങനെ കുറേ നേരം നമ്മൾ SMൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടയേർഡായി എന്ന് വെച്ചാൽ അങ്ങനെ സൈഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഷെയ്ക്കൊക്കെ കുടിച്ചു. ഷെയ്ക്ക് എനിക്കധികം സെറ്റായിട്ട് തോന്നിയില്ല. ആദർശേട്ടൻ്റെ ഷെയ്ക്ക് പിന്നെ തീരെ വായിൽ വയ്ക്കാൻ കൂടിയില്ല. ഡേറ്റ്സിൻ്റെ ആയിരുന്നു, ഷുഗർ കട്ടായിട്ടാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്നും ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീടെത്തുമ്പോഴേക്കും നമ്മുടെ ആമിപ്പെണ്ണതേ ഞങ്ങളുടെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും വീണ്ടും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു.